എൻ്റെ പേര് അനിറ്റ, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ടോമി, കുഞ്ഞിൻ്റെ പേര് ഫെലിക്സ്. ഞാൻ കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വരുന്നു. ആദ്യത്തെ എൻ്റെ നിയോഗം, ഞാൻ 2021 പ്രഗ്നൻ്റ് ആയിരുന്ന ടൈമിൽ 5-ാം മാസം സ്കാൻ ചെയ്തപ്പം ഡോക്ടർ പറഞ്ഞു കുഞ്ഞിൻ്റെ ഹെഡ് സർഫൻസ് കൂടുതലാണെന്നും അതിനുവേണ്ടി സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി എറണാകുളം ലിസിയിൽ പോവുകയും ചെയ്തു. അവിടെ ചെന്നപ്പോഴും ഇത് സെയിം തന്നെയാണ് പറഞ്ഞത്. എന്നും ഞാൻ മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുമായിരുന്നു, തുടക്കം മുതലേ ഉപയോഗിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് 10/10/2021 കുഞ്ഞ് ജനിക്കുകയും ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ അമ്മ മാതാവ് ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ചു. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം, ഞങ്ങളാദ്യം ഇറ്റലിയിലായിരുന്നു. അവിടെ ഞാൻ നേഴ്സിംഗ് രജിസ്ട്രേഷന് വേണ്ടി അവിടെ അപ്ലൈ ചെയ്യുകയും 2 വർഷത്തോളം അവിടെ വെയിറ്റ് ചെയ്യുകയും ചെയ്തു. ഓരോ തവണ ചെല്ലുമ്പോഴും പിന്നെ ആട്ടെ എന്ന് പറഞ്ഞവർ പറഞ്ഞു വിടുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ജർമ്മനിയിൽ നിന്ന് വിളിക്കുകയും അവർ പറഞ്ഞു നിങ്ങൾക്ക് എന്തുകൊണ്ട് ജർമ്മനിക്ക് നോക്കിക്കൂടാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ജർമ്മനിക്ക് നോക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ കൃപയാൽ ജർമ്മനി ചെന്ന് എത്തിപ്പെടുവാനും അവിടുത്തെ രജിസ്റ്റേർഡ് നേഴ്സായി ജോലി ചെയ്യാനുള്ള അനുഗ്രഹം അമ്മ എനിക്ക് തന്നു. മൂന്നാമത്തെ ഉടമ്പടി അയച്ചിരുന്നത്, എൻ്റെ ഹസ്ബൻഡിന് ഇയർ ബാലൻസ് ഉണ്ട് 7 വർഷമായിട്ട്. ഇയർ ബാലൻസിന് തുടക്കം മുതൽ ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഞങ്ങൾ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുമായിരുന്നു. എന്നും പ്രെയർ കഴിഞ്ഞ സമയത്ത് ഉപ്പ് ഉപയോഗിക്കുമായിരുന്നു. തൈലം കൊണ്ട് 2 ചെവിയുടെ സൈഡിലും പുരട്ടുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അമ്മ അത് മാറ്റി തന്നു. നാലാമത്തെ ഉടമ്പടി വയ്ക്കാത്തൊരു കാര്യമായിരുന്നു കുഞ്ഞിൻ്റെ വിസ. ഞങ്ങൾ കൃപാസനത്തിൽ ഓരോ തവണ വരുമ്പോഴും ആദ്യം ഇവിടെ വന്ന് പോവുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. കുഞ്ഞിൻ്റെ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തു. കുഞ്ഞിൻ്റെ വിസ അടിക്കുന്നതിന് മുമ്പ് തന്നെ ടിക്കറ്റ് എടുക്കുകയും ചെയ്തു. കാരണം ഞങ്ങൾക്ക് ലീവ് കുറവായതുകൊണ്ട്. അപ്പോൾ ഞങ്ങളുടെ ടിക്കറ്റ് എടുത്ത് പുള്ളിനെ എടുക്കുകയും ചെയ്യരുതെന്ന് പറഞ്ഞു. എന്നിരുന്നാലും ഞാൻ ടിക്കറ്റ് എടുത്തു. അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ ജൂലൈ 11-ാം തീയതി ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോരും, അതിനു മുമ്പ് അമ്മയുടെ മണ്ണിൽ വന്ന് കുഞ്ഞിൻ്റെ വിസയായിട്ട് വരാനുള്ള അനുഗ്രഹം തരണമെന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി അമ്മ എനിക്ക് കറക്റ്റ് 1 മന്ത് ആയപ്പോഴത്തേനും വിസ അടിച്ചു. നോർമലായിട്ട് അങ്ങനെ വളരെ ചുരുക്കം പേർക്ക് മാത്രമേ അങ്ങനെ വിസ അടിക്കുകയുള്ളൂ. എന്നിരുന്നാലും അമ്മ മാതാവ് എനിക്ക് ആ വിസ അടിച്ച് തരികയും ചെയ്തു. ഞങ്ങൾ ഈ 11-ാം തീയതി തിരിച്ചു പോവുകയാണ്. ഇത്രയും തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി ഞാൻ പറയുന്നു. ഞങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ ഞങ്ങളെ കൊണ്ട് ആവാവുന്ന രീതിയിൽ പാവങ്ങളെ സഹായിക്കുകയും അനാഥങ്ങൾക്ക് ഫുഡ് കൊടുക്കുകയും ചെയ്തിരുന്നു.